ഹലോ ഓൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ലൂയി പിറാൻഡലോൻ്റെ നോബൽ ബാങ്ക്വറ്റ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള സ്പീച്ചിനെ കുറിച്ചിട്ടാണ്. ഇത് നോബൽ പ്രൈസ് കിട്ടുന്ന സമയത്ത് ആൾ പറഞ്ഞൊരു സ്പീച്ചാണ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഇൻട്രൊഡക്ഷൻ തന്നെയാണ്. ലൂയി പിറാൻഡലോ is an Italian playwright, novelist and short story writer. It is a winner of 1934 Nobel Prize for Literature. 1934 നോബൽ പ്രൈസ് ലിറ്ററേച്ചറിന് കിട്ടിയിട്ടുള്ള അപ്പോൾ ആൾ പറഞ്ഞ സ്പീച്ചാണിത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ടാണിത്. അവിടെ ആളൊരു ഇറ്റാലിയൻ പ്ലെയറായിട്ടാണ്. ഇറ്റലിയിൽ ഉള്ള നാടകകൃത്ത്, നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. ഓക്കെ, എന്താ പറയുക, ആൾ പിന്നെ അതുപോലെ തന്നെ ഹീസ് പാഷനേറ്റ് വിത്ത് സ്റ്റഡീസ്. ഹി ഗെയിൻ ഡോക്ടറേറ്റ് ഇൻ ഫിലോളജി ഇൻ 1891 ഫ്രം യൂണിവേഴ്സിറ്റി ഓഫ് ബോൺ, സെറ്റിൽഡ് ഇൻ റോം. ആള് പഠനം ഭയങ്കര ഇഷ്ടമുള്ള മനുഷ്യനായിരുന്നു. അതുപോലെ തന്നെ ഫിലോളജിയിലാണ് ആൾ ഡോക്ടറേറ്റ് എടുത്തത്. പിന്നെ ലൂയി പിറാൻഡലോ എക്സ്പ്രസ്സസ്, ഇനി ഇതിൽ പറയണ സ്പീച്ചിൻ്റെ ഷോർട്ട് സമ്മറിയാണ് ഇവിടെ പറയണത്. So he expresses deep gratitude to King and Royal Swedish Academy for awarding him the Nobel Prize for Literature in 1934. ഓക്കെ, ഇവിടുത്തെ രാജാവ്, ഓക്കെ, അതുപോലെ തന്നെ റോയൽ സ്വീഡിഷ് അക്കാഡമി, ഇവർക്ക് രണ്ടുപേർക്കും ഒരു വളരെ തുറന്ന രീതിയിലുള്ള നന്ദി പറച്ചിലാണ് നമുക്ക് ഈ ഒരു എന്താ പറയുക വർക്കിൽ കാണാൻ പറ്റുക. അത് ടെക്സ്റ്റിൻ്റെ ബാക്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 ചോദിച്ചിട്ടുണ്ട് എന്താണ് ഇതിൽ പറയണമെന്നുള്ളത്, അപ്പോൾ അല്ലെങ്കിൽ ആർക്കാണ് ഈ സ്പീച്ച് അഡ്രസ്സ് ചെയ്തിരിക്കണമെന്നുള്ളത്. സോ അത് ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഹി എക്സ്പ്രസസ് ഡീപ് ഗ്രാറ്റിറ്റ്യൂഡ് ടു കിങ് ആൻഡ് റോയൽ സ്വീഡിഷ് അക്കാഡമി ഫോർ അവാർഡിംഗ് ഹിം നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. ദ സ്പീച്ച് റിഫ്ലെക്ട്സ് ഓൺ ദി author's journey of personal and artistic growth through experiences. ഇതിൽ പറയുന്ന പ്രധാനമായിട്ടുള്ള തീംസ് ഇതാണ്. എന്താണെന്ന് വെച്ചാൽ പേഴ്സണൽ ഗ്രോത്ത്, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ അയാൾ എങ്ങനെ ഹെൽപ്പ് ചെയ്തു. ഓക്കെ, ആളുടെ ലൈഫിൽ ആർട്ട് അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എങ്ങനെയാണ് സ്കൂള്, ടീച്ചേഴ്സ്, പല പല റോളുകൾ ഹെൽപ്പ് ചെയ്തു എന്നാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദ സ്കൂൾ ഓഫ് ലൈഫ് ഈസ് പോർട്രേഡ് ആസ് എസെൻഷ്യൽ ഫോർ ഓതേഴ്സ് ഡെവലപ്മെൻറ്റ്, എംഫസൈസിങ് ക്വാളിറ്റീസ് ലൈക്ക് അറ്റൻറ്റീവ്നെസ്, പേഷ്യൻസ് ആൻഡ് ഹ്യൂമിലിറ്റി. അതുപോലെ തന്നെ ജീവിതം എന്ന വിദ്യാലയം, സ്കൂൾ ഓഫ് ലൈഫ്, അത് എങ്ങനെയൊക്കെയാണ് അയാളുടെ ലൈഫിൽ, ഓതറിൻ്റെ ലൈഫിൽ ഡെവലപ്മെൻറ്റ് ഹെൽപ്പ് ചെയ്തത്. അതുപോലെ തന്നെ അറ്റൻറ്റീവ്നെസ്, പേഷ്യൻസ്, ഹ്യൂമിലിറ്റി, ഇങ്ങനത്തെ ക്വാളിറ്റീസ്, അതായത് ക്ഷമ, അതുപോലെ മനുഷ്യനോടുള്ള ആ ഒരു സ്നേഹം, ഹ്യൂമിലിറ്റി, അതുപോലെ തന്നെ അറ്റൻറ്റീവ്നെസ്, ഒരു കാര്യം നമ്മൾ മടുപ്പില്ലാതെ ചെയ്യാൻ പറ്റുന്നതിന് അറ്റൻറ്റീവ്നെസ് എന്ന് പറയാം. ഇതൊക്കെ എങ്ങനെയാണ് അയാളെ ഹെൽപ്പ് ചെയ്തത് എന്നാണ് നമ്മളെ തീം ഇതിൽ പറയണത്. ഓക്കെ, ദ ഓതർ കോൺട്രാസ്റ്റ് ഹിസ് ഓൺ ലേണിംഗ് പ്രോസസ് വിത്ത് ദാറ്റ് ഓഫ് ബ്രില്യൻറ്റ് മൈൻഡ്സ്, സജസ്റ്റിംഗ് ദാറ്റ് ഹിസ് ഓൺ അപ്രോച്ച് റൂട്ടഡ് ഇൻ സിംപ്ലിസിറ്റി, ഫെയ്ത്ത് ഇൻ ലൈഫ്സ് അപ്പിയറൻസ് വാസ് കൾച്ചറൽ ഫോർ ഹിം. എന്നിട്ട് ആൾ പറയാണ് ഒരു ബ്രില്യൻറ്റ് മൈൻഡായിട്ട് വളരാനായിട്ട് എന്തൊക്കെയാണ് അയാൾ ചെയ്യേണ്ടി വന്നത്. അത് സിംപ്ലിസിറ്റിയിലൂടെ, ലൈഫിൻ്റെ സത്യസന്ധതയിൽ വിശ്വാസത്തിലൂടെ, അതായത് എന്താണോ ലൈഫ് അതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള സത്യസന്ധതയിലൂടെ ഒക്കെയാണ് അയാൾക്ക് ഗ്രോത്ത് നേടിയെടുക്കാൻ പറ്റിയത്. സോ അയാളുടെ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവിതമാണ് അയാളുടെ സ്കൂൾ. ഓക്കെ, അതാണ് പറഞ്ഞിട്ടുള്ളത്. ഓതർ പഠിച്ച പല കാര്യങ്ങളും സ്കൂൾ ഓഫ് ലൈഫിൽ നിന്ന് പഠിച്ചാണ്. അത് പല പല മനുഷ്യരായിട്ട് ഇടപഴകി, അതുപോലെ തന്നെ അവരുടെ പല പല കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിട്ടൊക്കെയാണ് അവർ പഠിച്ചിട്ടുള്ളത്. ദെൻ ദ സ്പീച്ച് ഷോസ് ട്രാൻസ്ഫോർമേറ്റീവ് പവർ ഓഫ് ലൈഫ് ചാലഞ്ചസ് ഇൻക്ലൂഡിംഗ് ഡിസില്യൂഷൻമെൻറ്റ്സ്, പെയിൻഫുൾ എക്സ്പീരിയൻസസ് വിച്ച് ദി ഓതർ വ്യൂസ് ആസ് നെസറി ഫോർ ഗെയിനിങ് ഡെപ്ത് ആൻഡ് വാല്യൂ. അതുപോലെ തന്നെ സ്പീച്ചിൽ വേറെ പല കാര്യങ്ങൾ, ലൈഫിലെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല പെയിൻഫുൾ എക്സ്പീരിയൻസസ്, ഡിസില്യൂഷൻമെൻറ്റുകൾ, അതായത് ബുദ്ധിമുട്ടുകൾ, നമ്മൾക്ക് വിശ്വാസമില്ലാത്ത അവസ്ഥ, ഇതൊക്കെ ലൈഫിൽ വേണം. എന്നാലാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഓക്കെ, വാല്യൂ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് അതൊന്നും ഇല്ലാതെ നമ്മൾ വളർന്നു കഴിഞ്ഞാൽ നമുക്കൊരു കാമ്പ് ഉണ്ടാവില്ല, നമ്മളല്ല സ്ട്രെങ്ത് ഉണ്ടാവില്ല. സോ ദിസ് എഡ്യൂക്കേഷൻ ദോ കോസ്റ്റ്ലി അലൗഡ് ദി ഓതർ ടു ഡെവലപ്പ് ട്രൂ ടാലൻസ് വൈൽ മെയിൻറ്റെയിനിങ് ദ കോർ ഇറ്റ് സെൽഫ്. സോ ഇതൊക്കെയാണ് ഈ ഓതറിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിച്ച ട്രൂ ടാലൻറ്റുകൾ. പറഞ്ഞു കേട്ടിട്ടില്ലേ, നമ്മൾ ഒരുപാട് തോൽവികളിൽ നിന്നും പൊങ്ങി വരണം, തോൽവികളെ നേരിട്ടിട്ട്. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. അൾട്ടിമേറ്റ്ലി ദി ഓതർ അക്നോളജസ് ദാറ്റ് ദിസ് artistic capabilities made him incapable of life in a conventional sense, focusing instead on thoughts and feelings. തോട്ടുകളും ഫീലിങ്ങുകളും ഫോക്കസ് ചെയ്തിരിക്കുകയല്ലാതെ, ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പറയില്ലേ തരണം ചെയ്യാനായിട്ട് പഠിച്ചപ്പോൾ, അപ്പോഴാണ് ഇയാളുടെ ഉള്ളിൽ ഈ ഇൻകേപ്പബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ എനിക്ക് കേപ്പബിൾ ആക്കാനായിട്ട് പറ്റിയത്. ഒന്നുമില്ല, അയാൾ ബുദ്ധിമുട്ടുകളിൽ നിന്നും പഠിച്ചിട്ട് വേറെ രീതിക്ക് വന്നവനാണ്. ദ ക്രിയേഷൻ ഓഫ് ഹിസ് വർക്ക് ഈസ് സീൻ ആസ് എക്സ്റ്റൻഷൻ ഓഫ് ബിലീഫ്സ് ആൻഡ് ഇമോഷൻ, അണ്ടർസ്കോറിംഗ് സിൻസിയറിറ്റി ആൻഡ് അഥോറിറ്റി ഓഫ് ഹിസ് ആർട്ട് ആൻഡ് എക്സ്പ്രഷൻസ്.
And Pirandello believes that human sincerity rather than mere literary skill earned him a prestigious award. അതുപോലെ തന്നെ ആൾ പറയുന്ന വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആളുടെ വിശ്വാസങ്ങളും എല്ലാ കാര്യങ്ങളും ബിൽഡ് ചെയ്തിരിക്കുന്നത് സിൻസിയറിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു തീമിൽ നിന്നിട്ടാണ്. സിൻസിയറിറ്റി എന്താണെന്നറിയില്ലേ? സത്യസന്ധത. സോ സത്യസന്ധമായിട്ടുള്ള ഒരു ക്വാളിറ്റി അയാളുടെ ലിറ്ററേച്ചറിലും ലിറ്റററി സ്കില്ലിലും വന്നതുകൊണ്ടാണ് ഈ അവാർഡ് വരെ അയാൾക്ക് നേടിയെടുക്കാനായിട്ട് പറ്റിയത്. ഓക്കെ, അയാൾ എന്നിട്ട് ആ ഒരു സത്യസന്ധതയെക്കുറിച്ച് പറയാണ്. He concludes with immense gratitude, joy and pride for recognizing of his artistic literary creation. അതുപോലെ ഈ ഒരു സ്പീച്ച് അയാൾ കൺക്ലൂഡ് ചെയ്യുന്നത് ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ്. അതായത് അയാൾ ഒരുപാട് നന്ദി പറയാണ് ഈ ഒരു സത്യസന്ധതയും ഈ ഒരു നല്ല എന്താ പറയുക റെക്കഗ്നിഷനും എനിക്ക് തന്നതിന്. ഇതെല്ലാം വളർന്നത് എനിക്ക് ഈ സ്കൂൾ ഓഫ് ലൈഫ്, എൻ്റെ ജീവിതമാകുന്ന വിദ്യാലയം എന്നെ പഠിപ്പിച്ചതാണ്. അപ്പോൾ ഈ അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ആളെ സ്പീച്ച് എൻഡ് ചെയ്യണത്. ഇത് നമ്മളുടെ സ്പീച്ചാണ്, ടെക്സ്റ്റിലുള്ള സംഭവം തന്നെയാണ്. ഞാൻ ജസ്റ്റ് വായിച്ചു പോവാം. I take a deep satisfaction in expressing my respectful gratitude to your majesties for having graciously honored this banquet with your presence. May I be permitted to add the expression of my deep gratitude for the kind welcome I have been given as well as for the evening reception. ഈ പാരഗ്രാഫ് ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫാണ്. നമ്മൾ ആദ്യം പറഞ്ഞില്ല ആർക്ക് വേണ്ടിയാണ് ഈ ഒരു സ്പീച്ച് തുടങ്ങുമ്പോൾ അയാൾ ഡെഡിക്കേറ്റ് ചെയ്യണത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ രാജാവ്, മാജസ്റ്റീസ് എന്ന് പറഞ്ഞ രാജാവും അതേപോലെ തന്നെ ഈ എന്താ പറയുക ഈ സ്പീച്ച് നമ്മളുടെ സ്വീഡിഷ് അക്കാഡമി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞില്ല, ആ സെയിം സാധനമാണ്. അവർക്കൊരു ഇൻട്രൊഡക്ഷൻ നന്ദി പറച്ചിൽ കൊടുത്തിട്ടാണ് ആളെ സ്പീച്ച് പറയണത്. എന്നിട്ട് ആൾ പറയണം, ഐ ഓൾസോ വിഷ് ടു എക്സ്പ്രസ് മൈ പ്രൊഫൗണ്ട് റെസ്പെക്ട് ആൻഡ് സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ് ടു എമിനന്റ് റോയൽ സ്വീഡിഷ് അക്കാഡമി ഫോർ ഡിസ്റ്റിങ്വിഷ്ഡ് ജഡ്ജ്മെന്റ് ആൻഡ് വിച്ച് ക്രൗൺസ് മൈ ലോങ് ലിറ്റററി കരിയർ. അതുപോലെ തന്നെ അവിടുത്തെ മാജസ്റ്റിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ സ്വീഡിഷ് അക്കാഡമിക്ക് ഒരു വെൽക്കം, നന്ദി പറയാണ്. എന്നിട്ടാണ് ആ സ്പീച്ച് തുടങ്ങുന്നത്. സോ ദെൻ ഫോർ ദ സക്സസ് ഓഫ് മൈ ലിറ്റററി എൻഡോർ ഐ ഹാഡ് ടു ഗോ ടു ദ സ്കൂൾ ഓഫ് ലൈഫ്. എന്നിട്ട് ആൾ തുടങ്ങുകയാണ് സ്പീച്ച്. ആൾ പറയുകയാണ്, എനിക്ക് എൻ്റെ ലിറ്റററി കരിയേഴ്സ് സക്സസ്ഫുൾ ആവാനായിട്ട് സ്കൂൾ ഓഫ് ലൈഫിലേക്ക് പോകേണ്ടി വന്നു. ദ സ്കൂൾ, ഓൾദോ യൂസ്ലെസ് ടു സർട്ടൻ ബ്രില്യൻറ്റ് മൈൻഡ്സ്, ഈസ് ദി ഓൺലി തിങ് ദാറ്റ് വിൽ ഹെൽപ്പ് എ മൈൻഡ് ഓഫ് മൈ കൈൻഡ്. എന്നിട്ട് ആൾ പറയാണ് എന്താണ് ഈ സ്കൂൾ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള മൈൻഡുള്ള ആളുകൾക്കാണ്, എന്നെപ്പോലുള്ള ആളുകളെ ആണ് ഈ ഒരു സ്കൂൾ ഓഫ് ലൈഫിൽ എന്താണ് പഠിപ്പിക്കുക. ഓക്കെ, ചില ആളുകൾക്ക് അത് യൂസ്ലെസ് ആണ്, അതാ പറഞ്ഞിട്ടില്ല. ചില ആളുകൾക്ക് സ്കൂൾ ഓഫ് ലൈഫ് കൊണ്ടൊന്നും നേടാനാവില്ല. ഓക്കെ, സ്കൂൾ ഓഫ് ലൈഫ് പറഞ്ഞാൽ ജീവിതമാകുന്ന വിദ്യാലയം, അത്രേ ഉള്ളൂ. നമ്മൾ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പഠിക്കുക. സോ അതാണ് അവിടെ പറഞ്ഞിട്ടത്. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 2ൻ്റെ ആൻസറാണ് കേട്ടോ. ഹൗ ഡസ് ദി ഓഥർ ഡിസ്ക്രൈബ് ലേണിംഗ് പ്രോസസ് കമ്പയർഡ് ടു ബ്രില്യൻറ്റ് മൈൻഡ്? ബ്രില്യൻറ്റ് മൈൻഡുകളുടെ റെയിലിംഗ് മൈൻഡ് എങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസം? ഒന്നുമില്ല, ബ്രില്യൻറ്റ് മൈൻഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് ജീവിതത്തിൽ നിന്നിട്ടും പാഠങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ concentrated patiently, truly childlike at first, docile people, if not teachers at least of life, people who would never abandon in complete faith and confidence in things that he learned. എന്നിട്ട് ആൾ സ്കൂൾ ഓഫ് ലൈഫിലുള്ള ആ ഒരു ക്വാളിറ്റീസ് പറയാണ്. അവരെന്താണ്, കോൺസെൻട്രേറ്റഡ് ആണ്, പേഷ്യൻ്റ് ആണ്, ആദ്യം കുട്ടികളെ പോലെയൊക്കെ ഇരിക്കും, പക്ഷേ എന്താണ് ഭയങ്കരമായിട്ടുള്ള ഫെയ്ത്ത്, വിശ്വാസവും അതുപോലെ പല കാര്യങ്ങളും അവരുടെ ഉള്ളിൽ ഉണ്ടാവും. This faith resides in simplicity of basic nature. I felt the need to believe the appearance of life without the slightest reservation of doubt. അപ്പോൾ ഒരു സംശയവും ഇല്ലാതെ തന്നെ എന്താണ് നമുക്ക് ആ ഒരു ജീവിതമാകുന്ന വിദ്യാലയത്തിലേക്ക് കടക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ടത് പറയാണ്, വിശ്വാസം, ലൈഫിനോടുള്ള വിശ്വാസമാണ് ആ ജീവിതമാകുന്ന വിദ്യാലയത്തിലെ ഒരാൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭവം. നെക്സ്റ്റ് പറയണത്, ദ കോൺസ്റ്റന്റ് അറ്റൻഷൻ ആൻഡ് ഡീപ് സിൻസിയറിറ്റി വിത്ത് വിച്ച് ഐ ലേൺഡ് ആൻഡ് പോണ്ടേർഡ് ദിസ് ലെസൺ റിവീൽഡ് humility, love, respect for life and that were indispensable for assimilation of bitter disillusionment. ഇനി ആൾ പറയാണ്, സോ ഈ ഒരു സംഭവം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള അറ്റൻഷൻ, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ലവ്, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഹ്യൂമിലിറ്റി, ഇതൊക്കെയാണ് എന്താണ് ഒരു ബെറ്റർ ആയിട്ടുള്ള സംഭവം ക്രിയേറ്റ് ചെയ്യാൻ എന്നെ സഹായിച്ചിട്ടുള്ളത്. ആളുടെ ആർട്ട് വർക്കിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഇൻഡിസ്പെൻസിബിൾ ഫോർ അസിമുലേഷൻ ഓഫ് ബിറ്റർ ഡിസില്യൂഷൻ. അത് ക്വസ്റ്റ്യൻ നമ്പർ 3യുടെ ആൻസറാണ്. ഓക്കെ, സോ എന്താണ് അയാളെ ഹെൽപ്പ് ചെയ്തത്? കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻഡിസ്പെൻസിബിൾ അസിമുലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ. എന്തൊക്കെയാണ്? കോൺസ്റ്റൻ്റ് അറ്റൻഷൻ, ഡീപ്പ് സിൻസിയറിറ്റി, അതേപോലെ തന്നെ എന്തൊക്കെയാണ്? ഹ്യൂമിലിറ്റി.
ലവ് ആൻഡ് റെസ്പെക്ട്. ഇതൊക്കെയാണ് അയാളെ ഇങ്ങനത്തെ ഇൻഡിസ്പെൻസിബിൾ അസിമുലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. Then, as my true talents develop, left me completely incapable of life, as becomes the true artist, capable only of thoughts and feelings, as of thoughts because I felt, and of feelings because I thought. In fact, under the illusion of creating myself, I created only what I felt and I was able to believe. ഇനി എൻ്റെ ടാലൻറ്റുകളെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെയാണ് ആൾ പറഞ്ഞിട്ടത്? ടാലൻറ്റുകൾ കംപ്ലീറ്റ്ലി എൻ്റെ ലൈഫിൻ്റെ ആർട്ടിസ്റ്റുകളായിരുന്നു. ഓക്കെ, അവരോടുള്ള വിശ്വാസവും അവരോടുള്ള പല പല കാര്യങ്ങളുമാണ് എനിക്ക് അവരെ റിയാലിറ്റി ആക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്തത്. സോ അതാണ് പറഞ്ഞിട്ടുള്ളത്. അത് ക്വസ്റ്റ്യൻ നമ്പർ 5ൻ്റെ ആൻസറാണ്. അതിൽ നിന്ന് പറയണത് എന്തൊക്കെയാണ് ടാലൻസ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് എന്നാണ്. ഒന്ന്, ഇൻകേപ്പബിലിറ്റി ഓഫ് ലൈഫ്. ഓക്കെ, ലൈഫിൽ ഇൻകേപ്പബിൾ ആണ് എന്നുള്ളൊരു തോന്നൽ എന്നെ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. അതേപോലെ തന്നെ ഇല്യൂഷൻസ് ഞാൻ തന്നെ ഉള്ളിലുണ്ടാക്കി. എന്താണ്? വിശ്വാസം എന്നൊരു ഇല്യൂഷനെ ഞാൻ ക്രിയേറ്റ് ചെയ്തുണ്ടാക്കി. അതുപോലെ തന്നെ പല പല കാര്യങ്ങളെയും നമ്മൾ എന്താണ് ലൈഫുമായി കണക്ട് ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് അയാൾ ആ ഒരു സാധനത്തെ, ടാലൻറ്റിനെ ഡെവലപ്പ് ചെയ്തത്. ഐ ഫെൽറ്റ് ഇമ്മൻസ് ഗ്രാറ്റിറ്റ്യൂഡ് ജോയ് at the thought of this creation has been considered worthy of distinguished award you best honored me. I would gladly believe the prize was given to me not to the virtuosity of a writer but always negotiable but to the human sincerity of my work. എന്നിട്ട് ആൾ കൺക്ലൂഷനിൽ പറയാണ്, ഇതൊരു റൈറ്റർ എന്നുള്ള രീതിയിലല്ല നിങ്ങൾ എനിക്ക് അവാർഡ് തന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാനൊരു നല്ല ഹ്യൂമൻ ബീയിങ് ആണ്, ഒരു മനുഷ്യൻ, നല്ലൊരു മനുഷ്യനായി എന്നുള്ളതിൻ്റെ ഒരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് എനിക്ക് ഈ ഒരു വർക്ക് തന്നതെന്ന് അയാൾ പറയാണ്. എന്നിട്ട് ലാസ്റ്റിൽ ഇയാൾ പറയുന്ന സംഭവം അതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7ൻ്റെ ആൻസർ അതാണ്. സിൻസിയറിറ്റിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ എനിക്ക് അവാർഡ് തന്നത്, അല്ലാതെ എന്താണ് ഞാനൊരു റൈറ്ററാണ് എന്നുള്ളതുകൊണ്ടല്ല. ഓക്കെ,